അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും കീബോർഡ് ഉപയോഗിക്കുന്ന ആളുകളാണ്. കീബോർഡിൽ പല കാര്യങ്ങളും നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പാസ്വേഡുകൾ ടൈപ്പ് ചെയ്യും, ബാങ്ക് ഡീറ്റെയിൽസുകൾ, ബാങ്ക് പാസ്വേഡ്, ബാങ്ക് നമ്പറുകളൊക്കെ നമ്മൾ ATM കാർഡ് നമ്പറുകളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യും. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ടൈപ്പ് ചെയ്യുന്നോ അത് ഗൂഗിൾ ഷെയർ ചെയ്യപ്പെടും. അതായത് നമ്മൾ എന്തൊക്കെ ഗൂഗിൾ നമ്മൾ കീബോർഡ് ടൈപ്പ് ചെയ്യുന്നോ അത് ഗൂഗിൾ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി മറ്റാർക്കെങ്കിലും നിങ്ങളുടെ ഡാറ്റ ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കാനുള്ള സൗകര്യം നമ്മുടെ ഫോണിനകത്തുണ്ട്. കീബോർഡിനകത്ത് എന്ത് സീക്രട്ട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്താലും അത് മറ്റൊരിടത്തേക്ക് ഷെയർ ചെയ്ത് പോകാതിരിക്കുന്നതിന് വേണ്ടി ഏതാണ് സെറ്റിങ്സ് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കീബോർഡ് ഓപ്പൺ ചെയ്യണം. കീബോർഡ് ഓപ്പൺ ചെയ്യുന്നതിന് പകരം ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൽ ഇതാ കീബോർഡ് എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ പോയി കീബോർഡ് എടുക്കാം. ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഇതുപോലെ കീബോർഡ് എടുത്തു. കീബോർഡ് എടുത്തതിന് ശേഷം ഈ കീബോർഡ് ഗൂഗിളിൻ്റെ Gboard എന്നുള്ള കീബോർഡാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കീബോർഡാണ്. ഒരുപാട് ടിപ്സുകൾ, ഒരുപാട് സൗകര്യങ്ങളുള്ള കീബോർഡാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡിനേക്കാളും ഏറ്റവും മികച്ച കീബോർഡ് ഇതാണ്. ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന കീബോർഡും ഇത് തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ വാങ്ങുമ്പോൾ ഇൻബിൽഡായിട്ട് തന്നെ ഇത്തരം കീബോർഡുകൾ നമ്മുടെ ഫോണിൽ നൽകാറുമുണ്ട്. അപ്പോൾ ഈ കീബോർഡ് ഞാൻ എടുത്തിരിക്കുന്ന ഈ കീബോർഡാണ്. ഇതിനകത്ത് ഏറ്റവും മുകളിൽ നമുക്ക് സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണുക. ഈ സെറ്റിങ്സിൻ്റെ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കീബോർഡിൻ്റെ സെറ്റിങ്സിലേക്കാണ് പോവുക. ഇവിടെ നമ്മൾ കീബോർഡിൻ്റെ സെറ്റിങ്സിൽ ഏറ്റവും താഴെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ കാണാം പ്രൈവസി എന്നുള്ളൊരു സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 2 സ്ഥലം ഓണായി കിടക്കുന്നുണ്ട്. ഒന്നാമത്തെ വായിച്ച് നോക്കുക, ഷെയർ യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ താഴെ ഭാഗത്ത് വായിച്ചാൽ ഓട്ടോമാറ്റിക്കലി സെൻഡ് കീബോർഡ് യൂസേജ് ടു ഗൂഗിൾ. നിങ്ങളുടെ കീബോർഡിനകത്ത് നിങ്ങൾ എന്ത് കാര്യം ടൈപ്പ് ചെയ്താലും അത് ഗൂഗിൾ ഷെയർ ചെയ്യുമെന്നുള്ളതാണ്. ഗൂഗിളിലേക്ക് ഷെയർ ചെയ്യും. ഗൂഗിൾ ആവശ്യമുള്ളിടത്ത് നിങ്ങളുടെ ഡാറ്റ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അത് ആവശ്യമില്ല. കാരണം നമ്മുടെ പ്രൈവസിക്ക് ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ബാങ്കും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതൊക്കെ സേവ്ഡായി അത് മറ്റൊരിടത്തേക്ക് ഷെയർ ചെയ്ത് പോകുക എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈവസിക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഭാഗം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അതുപോലെ രണ്ടാമത്തത് നമ്മൾ വോയിസ് ടൈപ്പ്. നമ്മൾ ഈ കീബോർഡിനകത്ത് നമുക്ക് വോയിസ് ടൈപ്പിംഗ് ഉണ്ട്. ഇപ്പം മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്ത് തരും, ഇംഗ്ലീഷ് പറഞ്ഞാൽ മലയാളത്തിലോ ടൈപ്പ് ചെയ്ത് തരും, ഹിന്ദിയിലോ ടൈപ്പ് ചെയ്ത് തരും. ഏത് ലാംഗ്വേജിലേക്ക് നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് തരും ഈ കീബോർഡിനകത്ത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. ഒരുപാട് ടിപ്സുകൾ അടങ്ങിയിട്ടുള്ള കീബോർഡാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ സംസാരിക്കുന്ന വോയിസ് ഗൂഗിൾ സേവ് ചെയ്യും. അത് മറ്റുള്ളവരടുത്തേക്ക് ഷെയർ ചെയ്ത് പോകാതിരിക്കുന്നതിന് വേണ്ടി രണ്ടാമത്തെ സെറ്റിങ്സ് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈപ്പ് ചെയ്യുന്നതും കീബോർഡിനകത്ത് വോയിസ് ടൈപ്പിംഗ് ചെയ്യുന്നതും ഒക്കെ ഷെയർ ചെയ്ത് പോകാതിരിക്കുന്നതിന് വേണ്ടി ഈ 2 സെറ്റിങ്സുകൾ സേഫ്റ്റിക്ക്, നിങ്ങളുടെ പ്രൈവസിക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.